ഗുരുർ ബ്രഹ്മ ഗുരുർ വിഷ്ണു ഗുരുർ ദേവോ മഹേശ്വര എന്ന ആപ്തവാക്യത്തെ ജീവിതചര്യയാക്കി അറിവിനെ ഈശ്വരപൂജയായി കണ്ട പ്രിയപ്പെട്ട ജാൻസി ടീച്ചർ വിരമിക്കലിൻ്റെ പടിവാതിൽക്കൽ നിൽക്കുമ്പോൾ വാക്കുകൾ കൊണ്ട് തീർക്കുന്ന ഒരു സ്നേഹാഞ്ജലിയാണിത്. മീനച്ചിലാറിൻ്റെ തീരത്തു നിന്നും PJ തോമസ് അച്ചാമ്മ ദമ്പതികളുടെ മകളായി പൊരുന്നോലിൽ തറവാട്ടിൽ നിന്ന് തുടങ്ങിയ ആ യാത്ര ഇന്ന് കുരിയനാടിൻ്റെ മണ്ണിൽ എത്തി നിൽക്കുമ്പോൾ അത് കേവലം ഒരു ഔദ്യോഗിക പദവിയുടെ വിരമിക്കലല്ല, മറിച്ച് ഒരു മഹത്തായ നിയോഗത്തിൻ്റെ പൂർത്തീകരണമാണ്. വിദ്യാലയമുറ്റത്തെ ചുവന്ന വാഗപ്പൂക്കൾ പോലും ഇന്ന് മൗനമായി വിതുമ്പുന്നുണ്ടാകാം. അത്രമേൽ ആഴത്തിലാണ് ടീച്ചർ ഈ മണ്ണിൽ സ്നേഹത്തിൻ്റെ വേരുകൾ പടർത്തിയത്. വിദ്യ എന്നത് അവിദ്യയെ നീക്കിടും അദ്വിതീയമാം ജ്യോതിസ് തന്നെയോ എന്ന് മഹാകവി ഉള്ളൂർ പാടിയതുപോലെ തനിക്ക് ചുറ്റുമുള്ള കുട്ടികളുടെ ഉള്ളിലെ അജ്ഞതയെ നീക്കി അറിവിൻ്റെ കെടാവിളക്ക് കൊളുത്താൻ ടീച്ചർ കാട്ടിയ ആത്മാർത്ഥത സമാനതകളില്ലാത്തതാണ്. പാലാ സെന്റ് മേരീസിലും അൽഫോൺസ കോളേജിലും തുടങ്ങിയ വിജ്ഞാന സബരിയ ബാംഗ്ലൂരിലെയും MG സർവകലാശാലയിലെയും പഠനത്തിലൂടെ വികസിച്ച് കടൽ കടന്ന് ബെഹ്റിനിലെ ഏഷ്യൻ സ്കൂളിൽ ആദ്യമായി പ്രകാശിച്ചു. പിന്നീട് നാട്ടിലെത്തിയ ജാൻസി ടീച്ചർ പാലാ സെന്റ് വിൻസെന്റ് സ്കൂളിലും ചാവറ സ്കൂളിലും തൻ്റെ കർമ്മമുദ്ര പതിപ്പിച്ചു. എങ്കിലും പൂഞ്ഞ സെയിന്റ് ആന്റണി സ്കൂളിലെ ആ നീണ്ട 20 വർഷങ്ങൾ ടീച്ചറുടെ അധ്യാപന ജീവിതത്തിലെ സുവർണ അധ്യായമാണ്. മലയോര മണ്ണിലെ ആ കുരുന്നുകളെ നെഞ്ചോട് ചേർത്ത് അവരുടെ കണ്ണീരൊപ്പി ഒരു അമ്മയുടെ കരുതലും ഒരു ജീവശാസ്ത്ര അധ്യാപികയുടെ അറിവും ഒരേപോലെ ടീച്ചർ അവിടെ പകുത്തു നൽകി. ജോലിയിലുള്ള അചഞ്ചലമായ ആത്മാർത്ഥതയും കൃത്യനിഷ്ഠയും ജാൻസി ടീച്ചറുടെ മുഖമുദ്രയാണ്. ഒരു പ്രധാന അധ്യാപികയായപ്പോഴും ഫയലുകളിലെ അക്കങ്ങളേക്കാൾ കുട്ടികളുടെ മുഖത്തെ ചിരിക്കായി ടീച്ചർ സമയം കണ്ടെത്തി. ഒന്ന് ചിരിക്കുവാൻ പഠിപ്പിച്ചു തന്നവരല്ലോ എൻ്റെ പ്രിയപ്പെട്ട ഗുരുനാഥന്മാർ എന്ന വരികളെ അന്വർത്ഥമാക്കും വിധം ഓരോ വിദ്യാർത്ഥിയുടെയും ഹൃദയമിടിപ്പറിയുന്ന ഒരു ഹൃദയവിശാലത ടീച്ചർക്കുണ്ടായിരുന്നു. വിദ്യാലയത്തിൽ കർക്കശക്കാരിയായ പ്രധാന അധ്യാപികയാകുമ്പോഴും വീട്ടിൽ സ്നേഹനിധിയായ കുടുംബിനിയാകാൻ ടീച്ചർ എന്നും ശ്രദ്ധിച്ചു. പ്രിയ ഭർത്താവ് ഇലവനാൽ എബി സക്കറിയയ്ക്ക് തുണയായും മക്കളായ അഖില റോസ് എബി, അൽക്ക അന്ന എബി എന്നിവർക്ക് തണലായും ടീച്ചർ തൻ്റെ സ്നേഹ സാമ്രാജ്യം കെട്ടിപ്പടുത്തു. ഈ വിജയങ്ങൾക്കെല്ലാം പിന്നിൽ ടീച്ചർക്കുള്ളത് ഉറച്ച ഈശ്വര വിശ്വാസമാണ്. പ്രതിസന്ധികളിൽ പതറാതെ സർവേശ്വരനിൽ അഭയം പ്രാപിച്ച് പ്രാർത്ഥനയോടെ ചുവടുവയ്ക്കുന്ന ടീച്ചറുടെ രീതി നമുക്കെല്ലാം മാതൃകയാണ്. ദൈവാനുഗ്രഹം കൂട്ടിനുണ്ടെങ്കിൽ മാത്രമേ ഏതൊരു കർമ്മവും പൂർണ്ണമാകൂ എന്ന് തൻ്റെ ജീവിതത്തിലൂടെ ടീച്ചർ കാണിച്ചു തന്നു. കവി വരികളിൽ പറഞ്ഞതുപോലെ, ദൈവമേ നീ കൈവിടാതിരിക്കാൻ പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെയാവാം ടീച്ചർ ഓരോ ദിവസവും സ്കൂളിൻ്റെ പടി കയറിയെത്തിയിരുന്നത്. കുരിയനാട് സെയിന്റ് ആൻസ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ പടവുകൾ ഇറങ്ങുന്ന ഈ വേളയിൽ ജാൻസി ടീച്ചർ പകർന്നു നൽകിയ ആ വലിയ പാഠങ്ങൾ, സ്നേഹം, സഹാനുഭൂതി, ഈശ്വരഭക്തി ഞങ്ങളുടെ ഉള്ളിൽ എക്കാലവും ജ്വലിച്ചു നിൽക്കും. അക്ഷരങ്ങളിലൂടെ ടീച്ചർ തീർത്ത ആ വലിയ ലോകത്ത് ഞങ്ങൾ എന്നും വിദ്യാർത്ഥികളായി തുടരും. വിശ്രമ ജീവിതത്തിൻ്റെ പുതിയ പുലരികളിലേക്ക് ചുവടുവെക്കുന്ന ടീച്ചർക്ക് എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യങ്ങളും സർവേശ്വരൻ പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബത്തോടൊപ്പം സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സായാഹ്നങ്ങൾ ഇനി ടീച്ചറെ തേടിയെത്തട്ടെ. ഞങ്ങളുടെ പ്രിയപ്പെട്ട ജാൻസി ടീച്ചർക്ക് നന്ദിയോടെ സ്നേഹത്തോടെ 1000 യാത്രാമൊഴികൾ.